أشهد أن لا إله إلا الله وحده لا شريك له കല്ലായ ജനാബ് എ കെ അബ്ദുറഹ്മാൻ ഹാജിയാണ്. അദ്ദേഹത്തെ ما ينفعنا اللهم انفعنا بما علمتنا اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها اللهم إنا نعوذ بك من هؤلاء الأربع. ബഹുമാനികളെ, ജീലാനി പള്ളിയുടെ ജീലാനി എന്നുള്ള മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി വ കൈലാനി വ ജൈലാനി അതിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു പരിസരം. സ്റ്റേജിലിരിക്കുന്ന ബഹുമാന്യനായ അബ്ദുറഹ്മാൻ ഹാജി, അഹമ്മദ് ഹാജി, അതുപോലെ തന്നെ മൊയ്യൂ ഹാജി, ഹുസൈൻ തങ്ങൾ, ആലിമീങ്ങൾ, ഇതിനെല്ലാം ഉപരിയായിട്ട് എനിക്ക് മുമ്പിരിക്കുന്ന ഈ രാജ്യത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സഹോദരങ്ങൾ, സഹോദരിമാർ, എൻ്റെ ഉമ്മ പെങ്ങന്മാർ, എൻ്റെ മക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യുമാറാകട്ടെ, ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, ആഫിയത്തിനെ നൽകുമാറാകട്ടെ. വളരെ സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണിത്. മൂമിൻ സന്തോഷിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. മൂമിൻ്റെ സന്തോഷം നിങ്ങൾക്കറിയാം. പെരുന്നാളിൻ്റെ ദിവസം മൂമിൻ്റെ സന്തോഷത്തിൻ്റെ ദിവസമാണ്. അന്ന് ദുആക്ക് ഇജാബത്തിൻ്റെ ദിവസമാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, പെരുന്നാളിൻ്റെ രാത്രി ദുആക്ക് ഇജാബത്തിൻ്റെ രാത്രിയാണ്. മൂമിൻ സന്തോഷിക്കുമ്പോൾ ദുആക്ക് ഇജാബത്തുള്ളതായിട്ട് ഖുർആനിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. നിങ്ങളൊരു പള്ളിയെ, ഈ പള്ളിയുടെ പരിപാടിയുമായിട്ട് 3 വർഷം മുമ്പ് ബഹ്റൈനിൽ വന്നപ്പോൾ ഈ വിനീതനും അതിൽ പങ്കെടുക്കുവാൻ സാധിച്ചു. തങ്ങളായതുകൊണ്ട് ഒരു തങ്ങളും കൂടി അതിൽ പങ്കെടുക്കട്ടെ എന്ന്. എനിക്കൊരു ബഹുമാനവുമില്ലെങ്കിലും എൻ്റെ അസലിൻ്റെ ബഹുമാനം, കേരളത്തിൻ്റെ ഖൈറ് 2 കാര്യങ്ങളിലാണ്: തങ്ങന്മാരും ആലിമീങ്ങളും. തങ്ങന്മാരുണ്ടായിരുന്നാൽ അവരെ പരിചയപ്പെടുത്തി കൊടുക്കുവാനുള്ള ആലിമീങ്ങളുടെ ഉണ്ടായിരുന്നു. മരുന്നുകൾ പലപ്പോഴും വൈദ്യന്റെ കണ്ണിൽ പെടുമ്പോഴാണ് അത് മരുന്നായി മാറുന്നത്. കേരളത്തിൽ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽഅഇമ്മത്തു മിനൽ ഖുറൈശ് നേതൃത്വം വഹിക്കുവാൻ ഖുറൈശികളാണ് അതിനർഹതപ്പെട്ടത് എന്ന് പറഞ്ഞ ആ വിഷയത്തെ മനസ്സിലാക്കുന്ന ബസീറത്തുള്ള ആലിമീങ്ങളും തങ്ങന്മാരും ചേർന്നപ്പോഴാണ് അല്ലാഹു തആല ഈ കാണുന്ന ഖൈറുകളെ നിങ്ങൾക്ക് തന്നത്. അല്ലാഹ് നിലനിർത്തി തരുമാറാകട്ടെ. ആലിമീങ്ങൾ, തങ്ങന്മാര് കുടുംബം കൊണ്ട് നബിയുടെ പരമ്പരയാണെങ്കിൽ ആലിമീങ്ങൾ ഇൽമ് കൊണ്ട് പരമ്പരയാണവര്. അൽ ഉലമാഉ വറസത്തുൽ അംബിയ. തങ്ങന്മാര് രക്തബന്ധം കൊണ്ട് അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പരയാണെങ്കിൽ ആലിമീങ്ങൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വത്തായ ഇൽമിനെ ജനങ്ങൾക്ക് പകർന്നു കൊടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ തന്നെ അംഗീകരിച്ച വറദകളാണ് ആലിമീങ്ങൾ. അങ്ങനത്തെ ആലിമീങ്ങളും തങ്ങന്മാരും ആരും ചേർന്നപ്പോഴാണ് ഒരുപാട് ഖൈറുകൾ കാണുവാൻ സാധിക്കുന്നത്. അല്ലാഹ് നിലനിർത്തി തരുമാറാകട്ടെ. ഒരു ചെറിയ മുറിയിൽ വെച്ചാണ് കൂടിയത്. ഒരു ചെറിയ മുറിക്കകത്തിരുന്ന് കൂടിയപ്പോൾ ഒരുപാട് പള്ളിപ്പിരിവുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല പള്ളികൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ. പക്ഷെ അതിശയോക്തി എന്നോണം ഈ വന്ന ആളുകൾ പറഞ്ഞ്, ബഹ്റൈൻ എന്ന് പറയുന്ന രാജ്യം അതൊരു പ്രത്യേക സിഫത്തുള്ള രാജ്യമാണ്. എല്ലാവരും എല്ലാവരെയും സഹായിക്കുക എന്നുള്ള ഒരു രീതിയിലുള്ള രാജ്യമാണ് ബഹ്റൈൻ.
അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും മുസ്ലിമിനെ മുസ്ലിം സഹായിക്കലെന്ന് മനസ്സിലാകില്ല. ജാതി മതഭേദമന്യേ ബഹ്റൈനിലെ പ്രവർത്തനങ്ങൾ നിങ്ങൾ നോക്കിയാൽ ബഹ്റൈനിൽ നിന്ന് വരുന്ന ഹിന്ദുവോടോ ക്രിസ്ത്യാനിയോടോ മുസ്ലിമിനോടോ ചോദിച്ചു നോക്കി, ബഹ്റൈനിലെ മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്നു? ഹിന്ദുവിന് വേണ്ടി പാടുപെടുന്ന മുസ്ലിമുകൾ ബഹ്റൈനിലുണ്ട്. ഒരുപാട് ജോലികൾ വാങ്ങിച്ചു കൊടുക്കുന്ന ആളുകളെ എനിക്ക് എണ്ണി പറയാനാവും. ഒരിക്കലും അല്ലാഹു തആല ഒരു ജാതിയെയും ദുഷ്ടജാതിയായിട്ട് പടക്കില്ല. മനുഷ്യനെ ഒരു ജാതിയെയും ദുഷ്ടജാതിയായിട്ട് പടക്കില്ല. ഖുർആൻ പഠിപ്പിച്ചതാണത്. ഒരു മനുഷ്യനെയും ഒരു കൂട്ടത്തെയും നോക്കി അവൻ കള്ളന്മാരാണെന്ന് പറയാൻ പാടില്ല. ഖുർആൻ പഠിപ്പിച്ചു. കാരണം അതിലൊരു സത്യമാൻ കാണും. നമ്മൾ പഠിക്കേണ്ട വിഷയങ്ങളാണിത്. KMCC-ക്കാർ മയ്യത്ത് പരിപാലനത്തിന് വേണ്ടി ഓടി നടക്കും. കേരള മുസ്ലിം കൾച്ചർ സെന്റർ, അല്ലാഹ് എത്ര മുസ്ലിം അല്ലാത്ത ബാഡികളാണ് അവർ ക്ലീൻ ചെയ്യുന്നത്, സർവീസ് ചെയ്യുന്നത്, അയക്കുന്നത്. ഇപ്പൊ ഇവിടെ ബഹ്റൈൻ എന്ന് പറയുന്ന രാജ്യം എല്ലാവരെയും സഹായിക്കുക എന്നുള്ള രീതിയിൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ്. അവിടെ വന്നവർ പറഞ്ഞത് നമ്മളെ പള്ളി നമ്മൾ തന്നെ, പുറത്തുള്ള ആരും വേണ്ട എന്ന്. ഒരുപക്ഷെ വളരെ വിരളമായിട്ട് കേട്ടിട്ടുള്ള ഒരു വാക്കാണിത്. അൽഹംദുലില്ലാ, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അല്ലാഹ് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അങ്ങനെ തന്നെയാണ് വേണ്ടത്. നാം അധ്വാനിക്കുന്ന കാശ് നമുക്ക് സുജൂദ് ചെയ്യുവാൻ ഉപയോഗിക്കുക. ഇതിനേക്കാളും എത്ര അനുഗ്രഹം നിങ്ങൾക്കുണ്ട്? എന്ത് അനുഗ്രഹമാണുള്ളത്? ഇത് ഒരു ഭൂകൃഷിയാണ് ഈ പള്ളി. ഇനി ഈ പള്ളിയിൽ കൂടി നടന്നു പോകുന്നവർ, അല്ലാഹുവേ ഇതിലെനിക്ക് പങ്കാളിയാവാൻ സാധിക്കുമോ? സാധിക്കില്ല. അതുകൊണ്ടാണ് ബാദി ബിൽ ബിർരി ലാ യുകാഫ, നന്മ കൊണ്ട് തുടങ്ങിയവന് പകരം ചെയ്യാനാവില്ല. ബാദി ബിൽ ബിർരി ലാ യുകാഫ, നന്മ കൊണ്ട് തുടങ്ങിയവന് പകരം ചെയ്യാനാവില്ല. ഈ പള്ളി 10-35 വർഷത്തിനു മുമ്പ് ഒരു തുടക്കം കുറിച്ചു. ആ തുടക്കത്തിന് പകരമില്ല. രണ്ടാമതായിട്ട് വീണ്ടും നിങ്ങളൊരു തുടക്കം കുറിക്കുന്നു. ആ തുടക്കത്തിന് പകരമില്ല. ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറിൽ പറഞ്ഞു, നല്ല കാര്യങ്ങളെ തുടങ്ങി വെക്കുന്നവനെ അതിന് പകരം ചെയ്യാനാവില്ല. ആലോചിച്ചു നോക്കൂ, ഈ പള്ളിക്ക് വിയർപ്പ് നിങ്ങൾ കരുതുന്നുണ്ടോ പൈസ മാത്രമാണെന്ന്? ആരെങ്കിലും കരുതുന്നുണ്ടോ ഈ പള്ളിക്ക് പൈസ കൊടുത്തവർ മാത്രമാണ്? ആരെങ്കിലും കരുതുന്നുണ്ടോ ഇതിന് കാശ് കൊടുത്തവർ മാത്രമാണ് സ്വർഗമെന്ന്? ഇല്ല. എന്റെ മുമ്പിരിക്കുന്ന സഹോദരിമാര് പോലും, എന്റെ മുമ്പിരിക്കുന്ന പിഞ്ഞുമക്കൾ പോലും ഈ പള്ളിയിൽ പങ്കാളിയാണ്. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അൽ ജമാഅ റഹ്മത്തുൻ വൽ ഫുർഖത്തു അദാബുൻ. കൂട്ടായിട്ടുള്ള പ്രവർത്തനം. ഞാൻ ഒറ്റയ്ക്ക് നമസ്കരിക്കാൻ പോവുകയാണ്, ഒരാൾ ഓടി വന്ന് പറയുകയാണ്, ഇന്ന് നിക്ക് ഞാനൊന്ന് നിസ്കരിച്ചോട്ടെ. 2 പേര്, ഇസ്നാൻ ഫമാ ഫൗഖഹുമാ ജമാഅ, 2-2-ലധികം ആളുകളോ ജമാഅത്തായി. എവിടെ നിന്ന് വന്നു 27 ദറജ? ആലോചിച്ച് നോക്ക്. ഇസ്ലാമിൽ ആലോചിച്ചാരും ഒന്നും കാണരുത്. അല്ലാഹുവും റസൂലും പഠിപ്പിക്കുന്നതാണ്. ഇവിടെ അല്ലാഹുവും റസൂലും പഠിപ്പിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, 2 പേര് നിസ്കരിച്ചാൽ 27. അത് തന്നെ മാറി അവിടെ ഇവിടെയുമായിട്ട് നിസ്കരിച്ചാലോ? ഇവിടെ ബുദ്ധി ഉണ്ടെന്നും ആലോചിക്കേണ്ട. അതിന് നോ വാല്യൂ ഇൻ ഇസ്ലാം. ഇസ്ലാം വർക്ക്സ് ഇൻ ഫണ്ടമെന്റൽസ്, ഇൻ ബേസിക്സ്. ഒരു മനുഷ്യന്റെയും യുക്തിക്ക് ഇസ്ലാമിന് സ്ഥാനമില്ല. ഇവിടെ ഈ പള്ളി സന്തോഷത്തിന്റെ ദിവസമാണിത്. സന്തോഷം
ലക്കൽ ഹംദു യാ മുസ്തൗജിബുൽ ഹംദി ദായിമൻ അലാ കുല്ലി ഹാലിൻ ഹംദി ഫാനിൽ ലിദായിമി. ലക്കൽ ഹംദു, അല്ലാഹുവേ നിനക്കാണ് സ്തുതി. മുസ്തൗജിബുൽ ഹംദ്, എല്ലാ സ്തുതിക്കും അർഹനാണ് നീ റബ്ബേ. അലാ കുല്ലി ഹാലിൻ മിൻ ഫാനിൻ അലദ്ദായിമി, കുറച്ചു കാലം ഇരുന്നു കൊണ്ട് മരിച്ചു പോകുന്ന ഞാൻ എന്നേക്കുമായിട്ടുള്ള റബ്ബേ നിന്നെ ഞാൻ സ്തുതിക്കുന്നു. ഇവിടെ ഈ പള്ളി ഇന്ന് സന്തോഷത്തിന്റെ ദിവസമാണ്. സന്തോഷം, ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ഒരു സന്ദർഭമാണ് സഹോദരങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ് കൈഫ അഅലമു കൈഫ അനാ, ഞാൻ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടവനാണോ ഇല്ലാത്തവനാണോ എന്നറിയുന്നത് എങ്ങനെ ചോദിക്കുകയാണ്. സഹാബി ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് കൈഫ ലീ അൻ അഅലമു കൈഫ അനാ, എന്റെ അവസ്ഥ അല്ലാഹുവിന്റെ അടുത്ത് എന്താണ് എന്നറിയുന്നത് എങ്ങനെ? സ്വീകാര്യമുള്ളവനാണോ സ്വീകാര്യമില്ലാത്തവനാണോ അറിയുന്നത് എങ്ങനെ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ റഅയ്ത കുല്ലമാ അറത്ത ശൈഅൻ ഇബ്തഗൈതഹു, നീ എന്തെങ്കിലും കാര്യങ്ങൾ ആഖിറത്തിന്റെ കാര്യം ചെയ്യാൻ കരുതുമ്പോൾ യസ്റ അലൈക്, അത് നിനക്ക് എളുപ്പമായി തീരുകയും, ഇദാ അറത്ത മിൻ അംറിൻ മിനദ് ദുനിയ, ദുനിയാവിന്റെ കാര്യങ്ങൾ ചെയ്യാൻ കരുതുമ്പോൾ ഉസ്സിറ അലൈക്, അത് നിനക്ക് പ്രയാസമായി മാറുകയും ചെയ്താൽ അന്ത ഫീ ഹാലത്തിൻ ഹസന, നീ ഒരു നല്ല അവസ്ഥയിലാണുള്ളത്. എങ്ങനെ ഈമാൻ ഉണ്ടോന്ന് അറിയണ്ടേ? അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബി ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് എന്റെ ഈമാനെ എങ്ങനെ ഞാൻ അറിയും? ഇദാ റഅയ്ത ഇൻ അറദ്ത ബിശൈഇൻ ഇബ്തഗൈത യസ്റ അലൈക, ആഖിറത്തിന്റെ കാര്യങ്ങളെ നീ ശ്രമിക്കുമ്പോൾ അത് നിനക്ക് എളുപ്പമാവുകയും ദുനിയാവിന്റെ കാര്യങ്ങൾ പ്രയാസമാവുകയും ചെയ്താൽ നിന്റെ അവസ്ഥ നല്ല മെച്ചപ്പെട്ട അവസ്ഥയാണ്. അതല്ല നേരെ മറിച്ച് ഇദാ അറദ്ത ശൈഅൻ മിൻ അംറിൽ ആഖിറ അംറിദ് ദുനിയ, ദുനിയാവിന്റെ വിഷയങ്ങളെ നീ നോക്കുമ്പോ അത് വളരെ എളുപ്പമായി തീരുകയും ആഖിറത്തിന്റെ വിഷയത്തെ നീ നോക്കുമ്പോ അത് പ്രയാസമായി തീരുകയും ചെയ്താൽ അന്ത ഫീ ഹാലത്തിൻ ഖബീഹ, നീ ഖബീഹായ മോശമായ അവസ്ഥയിലാണുള്ളത്. നമ്മൾ ഓരോരുത്തരും വി ഹാവ് ടു വാല്യൂ അവർ സെൽഫ്. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബാക്കൾ ചോദിച്ചില്ലേ, യാ റസൂലല്ലാഹ് മൽ ഈമാൻ, എനിക്ക് ഈമാൻ ഉണ്ടെന്ന് എങ്ങനെ അറിയാം? ഇദാ സറത്തിക ഹസനത്തിക വസാഅത്തിക സയ്യിഅത്തിക അന്ത മൂമിൻ, മോനെ നിനക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ സന്തോഷം വരുന്നുണ്ടോ? നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആഹ്ലാദം തോന്നുന്നുണ്ടോ? മോശമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സങ്കടം തോന്നുന്നുണ്ടോ? ഇങ്ങനത്തെ സിഫത്തുണ്ടെങ്കിൽ അന്ത മൂമിൻ, നീ മൂമിനാണ്. നിനക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുവാനുള്ള തൗഫീഖിനെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കുവാനാകും. ഖുർആനിലുടനീളം നബിമാര് മുഴുവനും സന്തോഷത്തിന്റെ അവസ്ഥ വരുമ്പോ അപ്പ ദുആ ചെയ്യും. സൂറത്ത് നംലില് സുലൈമാൻ നബി അലൈഹിസ്സലാം ഇതാ വരികയാണ്. ഹുശറലി സുലൈമാന ജുനൂദുഹു മിനൽ ജിന്നി വൽ ഇൻസി വത്തൈരി ഫഹും യൂസഊൻ. ഹുശറ എന്നല്ല ഖുർആനിൽ പറഞ്ഞത് മഹ്ശറ പോലെയുള്ള എല്ലാ ജീവരാശികളെയും സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ചേർത്ത് കൊടുത്തിരുന്നു. അങ്ങനത്തെ സുലൈമാൻ നബി അലൈഹിസ്സലാം വരുമ്പോ എന്താ സംഭവിച്ചത്? ഹത്താ ഇദാ തൗ അലാ വാദിൻ നംലി ഖാലത്ത് നംലത്തുൻ യാ അയ്യുഹൻ നംലു ദുഖുലൂ മസാകിനകും
ലാ യഹ്തിമന്നകും സുലൈമാനു വജുനൂദുഹു വഹും ലാ യശ്ഉറൂൻ. മൂമിന്റെ സിഫത്ത് നോക്കൂ, മൂമിന്റെ സിഫത്ത് നോക്കൂ. ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഉറുമ്പ്, സുലൈമാൻ നബിയും മനുഷ്യരും വരുമ്പോ ഉറുമ്പുകൾ, ഒരു വിശ്വാസിയെ നമ്മൾ പറയും ഉറുമ്പുകൾക്ക് അഖ്ലിനെ അല്ലാഹ് കൊടുത്തിട്ടുണ്ട്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞില്ലേ, അഖ്ലുൽ ഹയവാനുൽ ഹമാമ, ഏറ്റവും ബുദ്ധിയുള്ളത് പ്രാവാണെന്ന് പറഞ്ഞു ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. ഇവിടെ ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കൂട്ടം വരുമ്പോ ഉറുമ്പെണീറ്റിന്റെ ഉറുമ്പിന്റെ തലവൻ മറ്റു ഉറുമ്പുകളോട് പറയുകയാണ്, ലാ യഹ്തിമന്നകും സുലൈമാനു വജുലൂദുഹു വഹും ലാ യശ്ഉറൂൻ. അല്ലാഹു ഉറുമ്പ് മനസ്സിലാക്കി. ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, നബിമാര് പാപം ചെയ്യില്ല എന്ന് മനുഷ്യര് മാത്രമല്ല ഉറുമ്പുകൾ പോലും മനസ്സിലാക്കിയിട്ടുള്ളതിന്റെ തെളിവിന്റെ ആയത്താണിത്. മുഅ്മിനെ മനസ്സിലാക്കുവാൻ ഉറുമ്പിനുള്ള ശക്തി കൊടുത്തു. വഹും ലാ യശ്ഉറൂൻ, ചവിട്ടിക്കളയും അറിയാണ്ടിരുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാം ഫതബസ്സമ ളാഹികൻ, ഇത് കേട്ടപ്പോ ഫതബസ്സമ ളാഹികൻ മിൻ ഖൗലിഹാ, അതിന്റെ ആ വാക്ക് കേട്ടപ്പോ അല്ലാഹു തആല ചെയ്ത നിഅമത്ത്, എന്റെ പ്രജകളെ മനസ്സിലാക്കുവാനുള്ള കഴിവ് ഉറുമ്പിന് പോലും അല്ലാഹ് കൊടുത്തിരിക്കുന്നു എന്ന് കേട്ടപ്പോ എന്താണ് ചെയ്തത്? വഖാല റബ്ബി ഔസിനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദൈ. അവിടെ ദുആയാണ് ചെയ്തത്, അല്ലാഹുവേ ഔസിനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദൈ. മാതാപിതാക്കളെയാണ് ഓർത്തത്. മാതാപിതാക്കൾക്ക് റബ്ബ് ചെയ്യുന്ന നിഅമത്ത് മുഴുവനും മക്കൾക്കുള്ളതാണ്. മക്കൾക്ക് വരുന്ന സർവ്വ നിഅമത്തുകളും അല്ലാഹു തആല ഖുർആനിൽ മാതാപിതാക്കളുമായിട്ട് യോജിച്ചാണ് പറയുന്നത്. മാതാപിതാക്കൾ മക്കൾക്ക് വരുന്ന സർവ്വ നിഅമത്തുകളെയും അല്ലാഹു തആല മാതാപിതാക്കളെ നസബ് ചെയ്താണ് പറയുന്നത്. അതുകൊണ്ടല്ലേ അന്ത വമാലികലി അബിക്, മകന്റെ സ്വത്തെടുത്താൽ വാപ്പാടെ കൈ വെട്ടപ്പെടില്ല. കാരണം അത് അവന്റെ സ്വത്താണത്, വാപ്പാടെ സ്വത്താണത്. ഇവിടെ സുലൈമാൻ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. എന്താ ദുആ ചെയ്തത്? അപ്പൊ ആഹ്ലാദം, സന്തോഷം വരുമ്പോ റബ്ബി ഔസിനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. മക്കൾ മനസ്സിലാക്കേണ്ടത്, ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി സൂറത്തുൽ കഹ്ഫ് കാന അബൂഹുമാ സാലിഹ എന്ന് പറഞ്ഞ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞത് അവന്റെ വാപ്പയല്ല സാലിഹ്, 7 തലമുറയ്ക്ക് മുമ്പുള്ള ഒരു ഉപ്പയായിരുന്നു ആ സ്വത്ത് സൂക്ഷിച്ചു വെച്ചത്. അല്ലാഹു തആല മുഅ്മിനിക്ക് കൊടുത്തിരിക്കുന്ന വില കാരണമായിട്ടാണ് ആ സ്വത്തിനെ നിഅമൽ മാലു സാലിഹ് ലിർറജുൽ സാലിഹ്, സാലിഹായ മക്കളെ ഉണ്ടാക്കി വെച്ചാൽ അത് നമുക്ക് സാലിഹായി മാറും. സാലിഹായ സ്വത്തിനെ ഉണ്ടാക്കി വെച്ചാൽ അതും ആഖിറത്തിൽ നമുക്ക് ചേരും. ഇവിടെ സന്തോഷം വന്നപ്പോ ദുആയാണ് ചെയ്തത്. അതുപോലെ തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം സന്തോഷം വന്നു, ദുആയാണ് ചെയ്തത്. പള്ളിയാണ് നിങ്ങൾ കെട്ടിയിട്ടുള്ളത്, ഈ ലോകത്ത് അല്ലാഹുവിന് സുജൂദ് ചെയ്യുവാൻ. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഈ ഭൂമുഖത്തുള്ള ആണിനെയും പെണ്ണിനെയും അല്ലാഹ് സൃഷ്ടിച്ചത് അവനെ ഇബാദത്ത് ചെയ്യുവാനല്ലേ, അതിന് സുജൂദ് ചെയ്യുവാനുള്ള ഒരു പള്ളിയെ നിർമ്മിച്ചുകൊണ്ട് നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ രാജ്യത്തിന് ദുആക്ക് ഇജാബത്തിന്റെ സമയമാണിത്. യൂസുഫ് നബി അലൈഹിസ്സലാം റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്വീലിൽ ഹദീദ്.
യൂസുഫ് നബി അലൈഹിസ്സലാം തനിക്ക് തന്നിട്ടുള്ള നിഅമത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ അവിടെയും തവഫനി മുസ്ലിമൻ വൽഹിഖ്നി ബിസ്സാലിഹീൻ ദുആ ചെയ്തു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം وإذ قال إبراهيم رب اجعل هذا البلد آمنا واجنبني وبني أن نعبد الأصنام رب إنهن أضللن كثيرا من الناس فمن تبعني فإنه مني ومن عصاني فإنك غفور رحيم. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബയെ നിർമ്മിക്കുകയാണ്. ഈ ദുആ ഫഖറുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള മുഫസ്സിരീങ്ങൾ പറയുന്നു, പള്ളി നിർമ്മിച്ച ഉടനെ ആവാം, പള്ളി നിർമ്മിക്കുന്നതിന് മുമ്പാവാം. എന്താണ് ദുആ ചെയ്യുന്നത്? ഞാനിതാ ഈ പള്ളിയുടെ പരിസരത്തിന്റെ മക്കളെ താമസിപ്പിച്ചിരിക്കുന്നു. റബ്ബേ ഇന്നി അസ്കന്തു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي وارزقهم من الثمرات لعلهم يشكرون. എന്റെ മക്കൾക്ക് ഒരുപാട് റിസ്കിനെ കൊടുക്ക് റബ്ബേ, അവര് നിനക്ക് നന്ദിയുള്ളവരായിരിക്കുവാൻ വേണ്ടി. ഒരു സുജൂദിന്റെ സ്ഥാനം വരുമ്പോ അത് മുസ്ലിമിന് മാത്രമല്ല, ഈ പരിസരത്തിന് തന്നെ റഹ്മത്താണ്. ഞാൻ ഈ വ്യാഖ്യാനം വായിക്കുമ്പോൾ ഫഖറുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി 1000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച വ്യാഖ്യാനം പറയുന്നു, ഈ രാജ്യത്തിലേക്ക് വ്യാപാരവും ധനപരമായിട്ടും വികസിക്കുവാനുള്ള ഒരു ദുആയാണ് ചെയ്തത് എന്ന് 1000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച വാചകം ഇന്ന് വായിക്കുകയാണ്. ഈ വാക്കിന്റെ അർത്ഥം ഈ പറഞ്ഞ 2 കാര്യങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്തത് എന്തിനെന്നറിയാമോ? ഈ മക്കയുടെ പരിസരം കച്ചവടം കൊണ്ടും വ്യാപാരം കൊണ്ടും ലോകമെമ്പാടുമുള്ള കാശ് ധാരധാരയായിട്ട് ഒതുങ്ങുവാനുള്ള ദുആയാണ് ചെയ്തത് എന്ന് 1000ഓളം വർഷം പഴക്കമുള്ള ഫഖറുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹിന്റെ തഫ്സീർ വായിക്കുമ്പോൾ ആലിമീങ്ങൾ മുഫസ്സിരീങ്ങൾ അവരുടെ ബസീറത്ത് 1000 വർഷം മുമ്പ് എഴുതി വെച്ചു. കച്ചവടങ്ങളും ലോകമെമ്പാടുമുള്ള സർവ്വ നിഅമത്തുകളും ഇവിടേക്ക് വരുവാനുള്ള ദുആയാണ് ചെയ്തത് എന്ന്. ഈ പള്ളി അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ ബൈത്തുല്ലാഹ്. കഅബക്കും ബൈത്ത് എന്നാണ് പേര്, ഈ പള്ളിക്കും ബൈത്ത് എന്നാണ് പേര്, ബൈത്തുല്ലാഹ്. ജാലിസുൻ ഫിൽ മസ്ജിദി ജാലിസുൻ ഇൻദല്ലാഹ്. പള്ളിയിൽ ഇരിക്കുന്നവൻ അല്ലാഹുവിന്റെ അടുത്ത് ഇരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ? ജാലിസുൻ ഫിൽ മസ്ജിദ് ജാലിസുൻ ഇൻദല്ലാഹ്. അതുകൊണ്ടല്ലേ സ്ത്രീകളോട് നിങ്ങളുടെ ഭർത്താക്കന്മാരിൽ കുറവ് കാണുമ്പോൾ എന്ത് ചെയ്യണം? അവരെ പള്ളിയിലേക്ക് അടുപ്പിക്കുമ്പോ പള്ളിയിൽ മലായിക്കത്തുകൾ സ്വീകരിക്കുന്ന സ്ഥലമാണ്. ജാലിസും ഫിൽ മസ്ജിദി ആരും ഇത് വകവെക്കാറില്ല. പള്ളി ബൈത്തുല്ലാഹ്, കഅബന്റെ ആ പേര് തന്നെയാണ് ഈ പള്ളിക്കും. ഈ പള്ളിക്ക് കാശ് കൊടുത്ത് അത് അവർക്ക് കഅബ കിട്ടിയതുപോലെ പള്ളി ഇവിടെയും സുജൂദാണ്. നമ്മൾ ബൈത്തുള്ള എന്ന് പറയുമ്പോൾ ഖുർആൻ ബൈത്തുള്ള എന്ന് പറഞ്ഞു, പക്ഷെ കഅബക്ക് ഇട്ട പേര് തന്നെയാണ് ഈ പള്ളിക്ക്. ഇവിടെ എൻ്റെ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, പള്ളി വെച്ചതിന് ശേഷം പള്ളി എങ്ങനെയാണ് പള്ളി നമ്മൾ അലങ്കരിക്കേണ്ടത്? സുജൂദിൽ കൂടിയാണ് പള്ളി അലങ്കരിക്കപ്പെടേണ്ടത്. അഖിമുസ്സലാഹ് ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് സഹോദരിമാരെ ഞാൻ കാണുന്നുണ്ട്. അല്ലാഹു തആല അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ഗൾഫിലുടനീളം ഒരുപാട് ആളുകൾ, കച്ചവടക്കാരായാലും ശരി, തൊഴിലാളികളായാലും ശരി, ഒരുപാട് വേദനയുടെ കാലമാണിത്. ഒരുപാട് ആളുകൾ തന്റെ ഭാര്യമാരോട് താൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ പറയാറില്ല. എന്തിന്? അവളോട് എന്തിന് പറയുന്നു? മക്കളെ എന്തിന് വേദനിപ്പിക്കുന്നു എന്ന്. ഇവിടെ വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്.
അല്ലാഹു തആല ഈ ലോകത്ത് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഈ ലോകം നിലനിൽക്കുവാൻ തിരഞ്ഞെടുത്ത ഒന്നാണ് ഭാര്യാഭർത്തൃബന്ധം. ഈ ലോകത്ത് അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച ആയത്തുകളിൽ 3ഓളം ആയത്തുകളിൽ അല്ലാഹ് പറയുന്നു ഹവ്വയെ സൃഷ്ടിച്ചപ്പോഴാണ് അത് സൃഷ്ടി പൂർണ്ണമായത്. അതിൽ നിന്നാണ് ആണിനെയും പെണ്ണിനെയും അല്ലാഹ് ഈ ഭൂമുഖത്തിറക്കിയത്. ഭാര്യാഭർത്തൃബന്ധം ഇവിടെ ഗൾഫിൽ ഒരുപാട് പ്രയാസങ്ങൾ. ഗൾഫിലെ ഭർത്താക്കന്മാരുടെ അവസ്ഥ, ഒരു കൂട്ടം ആളുകൾക്ക് നിസ്കരിക്കാൻ സമയമുണ്ടാവില്ല. വേറൊരു കൂട്ടം ആളുകൾ നിസ്കരിച്ചാലോ കമ്പ്യൂട്ടർ നമസ്കാരമാണ്. അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും, പിന്നെ 2 മിനിറ്റ് ഇരുന്ന് പോയാൽ പിറ്റേ ദിവസം അറബി നിസ്കരിക്കാൻ വിടൂല. മനസ്സിലാക്കേണ്ടതാണ് എൻ്റെ സഹോദരിമാർ. ഗൾഫിലുടനീളം പ്രയാസത്തിന്റെ കാലമാണ്. കുടുംബം ഇന്നല്ലാഹ തആല യഹ്ഫദു ബിൽ മുഅ്മിനി അഹ്ലഹു വഔലാദഹു വദ്ദുവൈറാത്തല്ലതി ഹൗലഹാ. അല്ലാഹു തആല ഒരു മുഅ്മിൻ കാരണമായിട്ട് ആ മുഅ്മിന്റെ കുടുംബത്തെയും ആ പരിസരത്തെയും അല്ലാഹു തആല കാത്തു സൂക്ഷിക്കുമെന്ന് പറയുമെങ്കിൽ ആദ്യമായിട്ട് ഈ പള്ളി ഹയാത്താക്കപ്പെടേണ്ടത് നമസ്കാരത്തിൽ കൂടിയാണ്. പള്ളി ഹയാത്താക്കപ്പെടേണ്ടത് നമസ്കാരത്തിൽ കൂടിയാണ്. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ എന്തെല്ലാം അധ്വാനം ചെയ്താലും ഒരൊക്കെങ്കിലും നിങ്ങൾ പള്ളിയിൽ ചെന്ന് സുജൂദ് ചെയ്യണം. കാരണം പള്ളിയിൽ ഒരുപാട് ഹദീസുകൾ, പള്ളിയിൽ ഒരു കൂട്ടം മലക്കുകളുണ്ട്. അവിടെ സുന്നത്ത് നിസ്കരിക്കുന്ന മനുഷ്യന്മാർക്ക് ഇവര് പോകുന്നതിന് മുമ്പ് തന്നെ അവിടെ വന്ന് കാത്തു നിൽക്കുമെന്ന്. ചില സന്ദർഭങ്ങളിൽ ഇവൻ സുഖമില്ലാണ്ട് കിടക്കുമ്പോ ഈ മലക്ക് അല്ലാഹുവിനോട് പറയും, യാ റബ്ബി, ഇവൻ ഇവിടെ വരുമല്ലോ, ഒരുപാട് ഹസനാത്തുകൾ ഞാൻ എഴുതാറുണ്ടല്ലോ, ഇന്ന് കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോ അല്ലാഹ് പറയും, മിന്നി ഹബസ്തുഹു, ഞാൻ അവനെ കെട്ടിയിട്ടിരിക്കുകയാണ്, സുഖമില്ലാണ്ട് കിടക്കുകയാണ്. എന്നിട്ട് പറയും, അവൻ എന്തെല്ലാം സുന്നത്തുകൾ അവിടെ നമസ്കരിച്ചിരുന്നുവോ അതൊക്കെ നിങ്ങൾ എഴുതിക്കോളീൻ, ഞാൻ ഒരുപക്ഷെ അവനെ തിരിച്ചുവിടും, അല്ലെങ്കിൽ ഞാൻ അവനെ എടുക്കുന്നത് വരെ. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, നമസ്കാരം എല്ലാവരും മനസ്സിലാക്കുന്നത് നമസ്കാരം ഒരു മന്ത്രമെന്നാണ്. അങ്ങനെ മനസ്സിലാക്കല്ലേ. നമസ്കാരം എന്തുള്ളത്? നമസ്കാരം ഇല്ലെങ്കിൽ മൂമിൻ തന്നെത്താനെ ആലോചിച്ച് ഇല്ലാതായി പോകും. നമസ്കാരം എന്നുള്ള വസ്തുവിലാണ് മൂമിൻ നിന്ന് പോകുന്നത്. എങ്ങനെ ആലോചിച്ചു നോക്കൂ. നമസ്കാരം ഒരു അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് കയറി വരുമ്പോ സഹാബാക്കൾ നമസ്കരിക്കുന്നുണ്ട്. സഹാബാക്കൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നമസ്കരിക്കുമ്പോ ഒരാൾ പറയുന്നത് വേറൊരാൾ കേൾക്കുന്നുണ്ട്. ഖുർആൻ ഓതുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തർഫഉ അസ്വാതകും, നിങ്ങളുടെ ശബ്ദങ്ങളെ നിങ്ങൾ ഉയർത്തരുത്. ഒരാൾ ഓതുന്നത് മറ്റൊരാൾ കേൾക്കരുത്. നിസ്കരിക്കുന്നവന്റെ അടുത്ത് ഖുർആൻ ഓതിക്കൂടാ. നിസ്കരിക്കുന്നവന്റെ അടുത്ത് ഖുർആൻ ഓതിക്കൂടാ. പിന്നെ എന്ത് ചെയ്യാനാവും? നമ്മൾ നിസ്കാരക്കാരടുത്ത് എന്തൊക്കെ ചെയ്യുന്നു? അല്ലാഹുവിന്റെ റസൂൽ സഹാബാക്കളോട് പറയുന്നു, നിങ്ങളുടെ ഖുർആൻ ഓത്ത് മറ്റൊരാൾ കേൾക്കാതിരിക്കട്ടെ. എന്നിട്ട് പറഞ്ഞു, ഇന്നൽ മുസല്ലി യുനാജി റബ്ബഹു, നമസ്കരിക്കുന്നവൻ അല്ലാഹുവിനോട് സംസാരിക്കുകയാണ്. ഫൽയുഹാലിൽ മൻ യുനാജി, ഓരോരുത്തരും അവനവന്റെ റബ്ബിനോട് എന്ത് പറയുന്നു എന്നവൻ ആലോചിക്കട്ടെ, ആലോചിച്ച് റബ്ബിനോട് പറയട്ടെ. ഇന്നൽ മുസല്ലി യുനാജി, മുനാജാത്ത് എന്ന് പറഞ്ഞാൽ അറബിയിൽ രഹസ്യ സംഭാഷണം. അല്ലാഹു തആല അനമാഹു ഇൻ തഹറകത് ബി ശഫതാഹു, അല്ലാഹ് പറയുന്നു, എന്റെ ദാസൻ ചുണ്ടുകൊണ്ട് അനക്കുമ്പോൾ, ചുണ്ടുകൊണ്ട് അല്ലാ എന്ന് വിളിക്കുമ്പോൾ ഞാൻ അവന്റെ ചുണ്ടിന്റെ താഴെയുണ്ട്. ഒരു ഉമ്മ ഒരു കുഞ്ഞ് വീഴാൻ പോകുമ്പോ
അല്ലാ എന്ന് വിളിക്കുമ്പോ അതിന്റെ അർത്ഥം എന്താണ് എന്റെ സഹോദരി? ആ വിളി അല്ല കേൾക്കും. അന മഅഹു ഇൻ തഹറകത് ബി ശഫതാഹു. സുജൂദിൽ കിടന്നുകൊണ്ട് പറയുകയാണ്, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഹബ്ബ ശൈഉൻ ഇൻദി അഖൂലു ഫിസ്സുജൂദ് ഇന്നി ളലംതു നഫ്സി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്കാണ് സുജൂദിൽ കിടന്നുകൊണ്ട് റബ്ബേ ഞാൻ നിനക്ക് ഒരുപാട് ദുൽമ് ചെയ്തവനാണെന്നുള്ള ദുആ ഓതൽ. ഭൂമിയിൽ തല വെച്ചല്ലേ കിടക്കുന്നത്. സുജൂദിന് ദുആ ചെയ്താൽ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് അറിയാമല്ലോ, അല്ലാഹ് കേൾക്കുന്നു. അതാണ് ചുണ്ടനക്കുമ്പോൾ നമസ്കാരം എന്ന് പറയുന്നത്. എന്റെ സഹോദരിമാരെ, നമ്മൾ ഏതൊന്നിനെയാണോ പിൻപറ്റേണ്ടത് അതിനെ വിട്ടിരിക്കുകയാണ് നമ്മൾ. നമസ്കാരത്തിൽ ഓരോ പുരുഷനും ഓരോ സ്ത്രീയും അല്ലാഹുവിനോട് സംസാരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിന് ഫർദ് നമസ്കാരം, റവാത്തിബ് സുന്നത്ത്, വിത്ർ, ളുഹ, ഇശ്റാഖ്, പെരുന്നാൾ നമസ്കാരം, ഗ്രഹണ നമസ്കാരം, തറാവീഹ് നമസ്കാരം, യാത്രയ്ക്കുള്ള നമസ്കാരം, ഇഹ്റാമിന്റെ നമസ്കാരം. എന്താണിത്? അല്ലാഹുവിനോട് മുനാജാത്ത് ചെയ്യലാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യമാരോട് എന്തെങ്കിലും പ്രയാസം വന്നാൽ ഇദാ ഹസബഹു അംറുൻ അമറഹും ബിസ്സലാ. ഉദുവെടുത്ത് സുന്നത്ത് നമസ്കാരം, അങ്ങനെ ഒരു സുന്നത്തുണ്ട്. ഫർദ്, റവാത്തിബ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ ളുഹറിന് മുമ്പുള്ളത്, ളുഹറിന് ശേഷമുള്ളത്. പിന്നെയോ ളുഹ, വിത്ർ. പിന്നെയോ രാത്രി 2 മണിക്ക് ഞാൻ എണീറ്റു, എനിക്ക് നിസ്കരിച്ചോ 2 അസ്സലാത്തു ഖൈറു മൗദൂഉൻ ഇൻശാഅ ഇസ്തക്ദറ വമൻ ശാഅ ഇസ്തഖല്ല. നമസ്കാരം ഒരു നല്ല പ്രവൃത്തിയാണ്. വേണമുള്ളവർ കുറച്ച് നമസ്കരിക്കട്ടെ, വേണമുള്ളവർ കൂട്ടട്ടെ. ഇദാ ഹസബഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കമന്നു കിടക്കുകയായിരുന്നു. ചോദിച്ചു, യാ അബാ ഹുറൈറ ഇസ്തഖമത്, വയറ്റിൽ വേദനയുണ്ടോ? അതെ. ഖും ഫസല്ലി റക്അതൈൻ, എണീറ്റ് 2 റക്അത്ത് നമസ്കരിക്കാൻ പറഞ്ഞു. നമ്മൾ ഫർദിന്റെ കാര്യം തന്നെ. എന്താണ് നമസ്കാരം? യഖ്റുജു റജുലു മിൻ സലാത്തിഹി ലൈസ ലഹു മിൻ സലാത്തിഹി. നമസ്കരിച്ചുകൊണ്ട് ആളുകൾ പോകും. ലൈസ ലഹു മിൻ സലാത്തിഹി ഇല്ലാ ഉശ്റുഹാ വതുസുഹാ വതുമുനുഹാ. 10 കിട്ടിയവനുണ്ടാവും, 9 കിട്ടിയവനുണ്ടാവും, 8 കിട്ടിയവനുണ്ടാവും. ഇല്ലാ മാ അഖല. നമസ്കാരം എന്താണ് സഹോദരിമാരെ? ഞങ്ങൾക്ക് നമസ്കാരം അല്ലാഹുവിനോട് സംസാരിക്കലാണ്. സുബഹി നമസ്കാരത്തിന്റെ ഹദീസിൽ നിങ്ങൾ കേട്ടില്ലേ, മൻ സല്ല സലാത്ത സുബ്ഹി ഫീ ദിമ്മത്തില്ലാഹ്. സുബഹി നമസ്കരിച്ചവൻ അല്ലാഹുവിന്റെ രക്ഷയിലാണ്. ഈ വാക്കിൽ നമുക്ക് വല്ല വിശ്വാസവുമുണ്ടോ? സുബഹി നമസ്കരിച്ചവൻ അല്ലാഹുവിന്റെ ഹിഫ്ദിലാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോ നമസ്കാരം കൊണ്ട് ആഖിറത്തിന്റെ പ്രയോജനം മാത്രമാണോ? നമസ്കാരം എന്ന് പറയുന്നത് അല്ലാഹുവിനോട് നിങ്ങൾ സംസാരിക്കലാണ് സഹോദരങ്ങളെ. ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ പറയുകയാണ്, മൂമിൻ ബുദ്ധിമാനാണ്, മൂമിൻ ബുദ്ധിമാനാണ്. അള്ളയോട് പറയുകയാണ്, നീ നിന്നെ പടച്ചത് നിനക്ക് സുജൂദ് ചെയ്യാനല്ലേ, നിനക്ക് സുജൂദ് ചെയ്യാനല്ലേ. ഇയ്യാക നഅ്ബുദു, ഞാൻ നിന്നെയാണ് ഇബാദത്ത് ചെയ്യുന്നത്. വഇയ്യാക നസ്തഈൻ, നിന്നോടാണ് ഞാൻ സഹായം അഭ്യർത്ഥിക്കുന്നത്. എന്ത് സഹായം? എന്ത് സഹായം? മുത്ലഖായ സഹായം. കോളേജിൽ പോകുന്ന കുട്ടി സുബഹിക്കണീറ്റ് അള്ളയോട് പറയുകയാണ്, ഡോക്ടർ. രാവിലെ ആശുപത്രിയിലേക്ക് പോകുന്ന മൂമിനായ ഡോക്ടർ, അവൻ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ അവനിക്കറിയാം അവൻ ആശുപത്രിയിൽ പോകും, മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യും. പക്ഷേ പടച്ച തമ്പുരാന്റെ ഇതില്ലാണ്ട് ഒന്നും സംഭവിക്കില്ല. അവിടെ മുൻകൂർ ജാമ്യമാണത്. കച്ചവടക്കാരൻ രാവിലെ എണീറ്റ് പോകും,
കച്ചവടത്തിന് പോകൂ, പോയാൽ അവൻ തിരിച്ചു വരുവോ? കച്ചവടം എന്താകുവോ? അവനിക്ക് മൂമിന് നേരത്തെ അറിയാം അല്ലാഹുവിനോട് മുൻകൂർ ജാമ്യമാണത്. അതിനെയാണ് നമ്മൾ ഉപേക്ഷിച്ചിട്ടുള്ളത്, അതിലാണ് നമ്മൾ ശ്രദ്ധ ചെലുത്താത്തത്. ബഹുമാനപ്പെട്ട എന്റെ സഹോദരിമാരെ, സുബഹി നമസ്കരിച്ചുകൊണ്ട് അപ്പൊ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോ അല്ലാഹുവുമായിട്ട് നിങ്ങൾ സംസാരിക്കുകയാണ്. ഇന്ന് നമുക്ക് സംഭവിച്ചത് എന്താണ്? നമസ്കാരം എന്നുള്ളത് ഒരു ആഖിറത്തിന്റെ ചികിത്സ പോലെ കണക്കാക്കി. എങ്ങനെ ആഖിറത്തിന്റെ ചികിത്സ? ഈ പള്ളി ഇവിടെ നിർമ്മിച്ചത് സുജൂദ് കൊണ്ടല്ലാതെ ഈ പള്ളിയുടെ നിർമ്മാണം പൂർത്തിയാവില്ല എന്റെ സഹോദരിമാരെ. ഗൾഫിൽ ഭർത്താക്കന്മാര് നിൽക്കുമ്പോ അള്ളാഹുവിനെ നിങ്ങൾ ഭയപ്പെടൂ. ഓരോ ഭർത്താക്കന്മാരും ഗൾഫിൽ ചുക്കിലി കഷായമില്ലാത്ത ചുക്കില്ലാത്തതുപോലെ എല്ലാ സ്ഥലങ്ങളും കയറിയിറങ്ങുന്ന തങ്ങളാണിത്. ബഹുമാനപ്പെട്ട സഹോദരിമാരെ, ഏടുകൾ കണക്കിൽ എഴുതാനുള്ള പ്രയാസമാണുള്ളത്. അള്ളാഹുവിലേക്ക് നിങ്ങൾ അടുക്കൂ. പെണ്ണിന്റെ ശബ്ദം അല്ല വേഗം കേൾക്കും, പെണ്ണിന്റെ ശബ്ദം അല്ല വേഗം കേൾക്കും. ഒരുപാട് സംഭവങ്ങൾ പെണ്ണുങ്ങളുടെ ശബ്ദം അല്ല കേൾക്കും. ഭർത്താവിനെ നിസ്കരിക്കാൻ അവൻ രാവിലെ എണീറ്റ് ഓഫീസിലേക്ക് പോകുന്നു, ജോലിക്ക് പോകുന്നു. അതനുഭവിക്കുന്ന ഭാര്യ ഇവിടെ സുബഹിക്ക് എണീറ്റ് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് ചോദിക്കുമ്പോൾ, അവൻ പോകുന്ന വാതിലുകളിൽ അവൻ ചെന്ന് തട്ടുമ്പോൾ, ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ദുആ അവിടെ റഹ്മത്തായിട്ടിറങ്ങും. നമസ്കാരം ഒരു മന്ത്രമല്ല, നമസ്കാരം ആഖിറത്തിന് സ്വർഗം കിട്ടുവാൻ മാത്രമുള്ളതല്ല. മുഅ്മിന്റെ ദുനിയാവിന്റെ എല്ലാ നിഅമത്തുകൾക്കും സുബഹിക്ക് അങ്ങനെ പോവും. അല്ലാഹുവിനോട് സങ്കടമൊക്കെ പറയും. റബ്ബിഗ്ഫിർലി വർഹംനി. അല്ലാഹ്, നമ്മളിതൊന്നും അറിയുന്നില്ല. അവസാനം അത്തഹിയ്യാത്തിൽ പറഞ്ഞേച്ചു പോകുന്ന മരണത്തെ ഓർത്തുകൊണ്ട് അവ വരുന്നത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വഅദാബിൻ നാർ. ഓരോ വഖത്തും അടുത്ത വഖത്ത് ഞാൻ ഉണ്ടാവോ എന്ന് ഓർമ്മിക്കുമ്പോഴാണ് സലാം വീട്ടല്. എന്നിട്ട് നമസ്കാരത്തിൽ അല്ലാഹുവിനോട് സംസാരിക്കലാണ്. റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി. പിന്നെ എന്തു വേണം നിങ്ങൾക്ക്? ഇതിനെ നമ്മൾ ഉപേക്ഷിച്ചത് കൊണ്ടാണ്, യഥാർത്ഥ വാതിലുകളിൽ നിങ്ങൾ മുട്ടാത്തത് കൊണ്ടാണ് ഒരുപാട് അനാവശ്യമായ വാതിലുകളിൽ മുട്ടേണ്ടി വരുന്നത്. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, സുബഹി നമസ്കാരത്തിന്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങിക്കിടക്കുന്ന ഈ പള്ളിക്ക് വേണ്ടി ഒരുപാട് ചെറുപ്പക്കാർ പാടുപെട്ടിട്ടുണ്ടെന്നറിയാം. ഒരുപാട് അമുസ്ലിമീങ്ങൾ പാടുപെട്ടിട്ടുണ്ടെന്നറിയാം. ഇതിനു വേണ്ടി ആരെല്ലാം പാടുപെട്ടിട്ടുണ്ടോ അല്ലാഹു തആല അവന്റെ അനുഗ്രഹങ്ങളെ ചൊരിക്കുമാറാകട്ടെ. ഇവിടെ ചെറുപ്പക്കാർ, ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ചെറുപ്പക്കാരുടെ ഇബാദത്ത് അല്ലാഹുവിന്റെ അടുത്ത് ഒരുപാട് സ്ഥാനമുള്ളതാണ്. അതിലേക്ക് ഞാൻ വരുന്നില്ല. നമസ്കാരം, ബഹുമാനപ്പെട്ട എന്റെ സഹോദരിമാരെ, സുബഹി നമസ്കാരത്തെ കുറിച്ച് സുബഹിന്റെ വഖത്തിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയിലേക്ക് വരുമ്പോ, സ്വന്തം മകളിലേക്ക് വരുമ്പോ, സുബഹി ഖളാവൊന്നും ആയിട്ടില്ല, തഹജ്ജുദ് നമസ്കരിച്ചിട്ടില്ല, അത്രയേ ഉള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ നിന്നും ദേഷ്യപ്പെട്ടുകൊണ്ട് ഇറങ്ങിപ്പോയ സംഭവം കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു. അസ്സുബ്ഹതു തംനഉ റിസ്ഖ്. സുബഹിന്റെ വഖത്ത്, സുബഹി എന്ന് പറയുന്നത് ജീവിതത്തിന്റെ തുടക്കമാണെന്ന്. ഇന്നലെ രാത്രി മരിച്ചാണ് കിടന്നത്. നിങ്ങൾ ഒരുത്തനും പറയില്ല ഉറങ്ങിക്കിടന്നവൻ ഞാൻ ഉറങ്ങുന്നു എന്ന്, എണീറ്റതിന് ശേഷമല്ലാതെ ഉറങ്ങുന്ന ഒരു മനുഷ്യനും പറയില്ല. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ ഉറക്കത്തെ മരണമെന്ന് പറയുന്നത്. ഇവിടെ നമസ്കാരം, സഹോദരിമാരെ, നമസ്കാരം അല്ലാഹുമായിട്ടുള്ള മുനാജാത്താണ്. സുബഹി നമസ്കാരത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് നിങ്ങൾ കേൾക്കൂ. ഇദാ നാമ അഹദുക്കും, ഒരു മനുഷ്യൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ശൈത്താൻ അലാ ഖാഫിയത്തി റഅസിഹി, കഴുത്തിൽ 3 കെട്ടുകൾ ഇടുന്നു.
കെട്ടിടാൻ കയറിന്റെ ആവശ്യമില്ല. ഇന്ന് ഒരുപാട് ഗ്യാസിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ശ്വാസം മുട്ടിപ്പോകുന്നു, മരിച്ചു പോകുന്നു. അല്ലാഹു തആല ദീർഘായുസ്സിനെ തരട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, നീ ഉറങ്ങാൻ കിടക്കുമ്പോൾ 3 കെട്ടുകൾ ഇടുന്നുണ്ട് ശൈത്താൻ. ഇത് രാത്രിയുടെ ഉറക്കത്തിൽ മാത്രമാണ് അല്ലാഹുവിന്റെ റസൂൽ ഈ ഹദീസ് പറഞ്ഞത്. പകലുള്ള ഒരുപാട് ഉറക്കങ്ങളുണ്ട്, അതിലൊന്നും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ല. സുബഹി നമസ്കാരത്തിന്റെ ഇതിൽ മാത്രം പറഞ്ഞു. ഓരോ കെട്ടുകളിടുമ്പോഴും ശൈത്താൻ പറയുന്നു, അലൈക നൗമുൻ തവീൽ, നന്നായിട്ട് ഉറങ്ങിക്കോ. കാംപ്ലിമെന്റ് കൊടുക്കാൻ, സുഖമായിട്ട് ഉറങ്ങിക്കോ. ആ മനുഷ്യൻ ഇതാ ഖാമ ഫിൽ ലൈൽ, രാത്രി നമസ്കരിക്കാൻ എണീറ്റാൽ എണീറ്റപ്പോ തന്നെ ഒരു കെട്ടഴിഞ്ഞു, ഉദുവെടുത്തപ്പോൾ വേറൊരു കെട്ടഴിഞ്ഞു, നമസ്കരിച്ചപ്പോൾ 3ാമത്തെ കെട്ടുകൾ അഴിയുകയും ഖുബിലത് സലാത്തുഹു, അവന്റെ നമസ്കാരത്തെ അല്ലാഹു സ്വീകരിക്കുകയും ചെയ്തു. എന്നിട്ട് അവിടെ ഒരു പ്രത്യേക വിഷയം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അസ്ബഹ നശീതൻ വതയ്യിബുൻ നഫ്സ്. അന്നത്തെ അവന്റെ ശരീരം ആരോഗ്യമുള്ള ശരീരവും അവന്റെ റൂഹ് പരിശുദ്ധമായ റൂഹുമാണ്. വഇല്ല, അത് നമസ്കരിച്ചില്ലെങ്കിൽ അസ്ബഹ ഖബീദുൻ നഫ്സ് വകസ്ലാൻ, അനാരോഗ്യമായ ശരീരവും ശൈത്താന്റെ റൂഹുമായിരിക്കും. പണ്ഡിതന്മാര് ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു, മനുഷ്യന്റെ ആരോഗ്യവും ആഫിയത്തും ഹയാത്തും എല്ലാ നിഅമത്തുകളും നിലനിർത്തുവാൻ നമസ്കാരം കൊണ്ട് സാധിക്കുമെന്നുള്ള തെളിവുകളുടെ ഒരു തെളിവാണിത്. ഒരു ഉപ്പ മോനോട് പറയുകയാണ്, മോനെ അത് ചെയ്യരുത്, അത് ചെയ്താൽ മോനിക്ക് മോശമാണ്. ദിവസവും ആ മോൻ അതാണ് ചെയ്യുന്നതെങ്കിൽ ആ മോന്റെ അവസ്ഥ എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, സുബഹി നമസ്കരിക്കാത്ത നിന്റെ ശരീരം ഖബീദ് നിങ്ങൾക്ക് അറിയാമല്ലോ, ബഹുമാനപ്പെട്ട ശൈത്താനുമായിട്ട് ഉപയോഗിച്ച വാക്കാണത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബതി വൽ ഖബാഇസ്. സുബഹി നമസ്കരിക്കാത്തവന്റെ ശരീരം ഖബീദുൻ നഫ്സ്, റൂഹ് ഖബീദാണ്, ശൈത്താന്റെ റൂഹ്. വകസ്ലാൻ, അനാരോഗ്യമായ ഒരു കടുകിനെ കണ്ടാലും മലം പോലെ തോന്നുന്ന ശരീരമായി മാറും. ഡോക്ടർ പറയും നിനക്ക് സൂക്കേടുണ്ട്, ഇയാൾ പറയുന്നത് എനിക്കൊന്നുമില്ല. അല്ലാഹുവിന്റെ റസൂൽ ഈ ഹദീസ്, ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, നമസ്കാരം അപ്പൊ സുബഹി നമസ്കരിച്ചുകൊണ്ട് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ ഭയങ്കര, ഫഖറുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇത്രയും പറയുമ്പോൾ ഭയങ്കര ശക്തനായി മാറുകയാണ്. അള്ളാഹുവിനോട് ദുആന്റെ ഷർത്താണ്. അള്ളാഹുവിനോട് സങ്കടം പറഞ്ഞിട്ട് മനസ്സ് കിടന്ന് ആടാൻ പാടില്ല. ദുആന്റെ ഷർത്ത് എന്താണ്? ദുആന്റെ ഷർത്ത് ദുആ ചെയ്തതിന് ശേഷം അള്ളാഹിനോടും പറഞ്ഞു, അല്ലല്ല, ദുആ ചെയ്തതിന് ശേഷം എന്റെ റബ്ബിനോട് പറഞ്ഞിട്ടുണ്ട്, അവൻ അതിനെ സ്വീകരിക്കുമെന്ന് വേണം. ഇവിടെ എന്റെ ബഹുമാനപ്പെട്ട സഹോദരിമാരെ, നമസ്കാരം നിങ്ങളെ ഭർത്താക്കന്മാര് ഗൾഫിൽ ജോലി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ചെറുപ്പക്കാരെ നിങ്ങൾ കോളേജിൽ പോയാലും ശരി, കച്ചവടത്തിന് പോയാലും ശരി, അള്ളാഹുവിന്റെ മുമ്പ് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ വാങ്ങിച്ചില്ലെങ്കിൽ, റബ്ബിന്റെ സഹായമില്ലെങ്കിൽ എന്താണ് ഉണ്ടാവുക? 5 വഖത്ത് സുബഹിക്ക് പോകും, നമസ്കരിക്കും, പിന്നെ കുറേശ്ശെ ശൈത്താൻ അവനെ വലിക്കും. ളുഹറിന് വീണ്ടും വരും, വീണ്ടും വന്ന് റബ്ബിന്റെ മുമ്പേ നിന്നുകൊണ്ട് മുനാജാത്ത് ചെയ്യും, ദുആ ചെയ്യും അള്ളാഹുവിനോട്. അസ്റിന് വരും, മഗ്രിബിന് വരും, ഇശാക്ക് വരും. അങ്ങനെ മൂമിൻ, സല എന്നുള്ള വാക്ക് സില, കമ്മ്യൂണിക്കേഷൻ, ലിങ്ക്, അള്ളാഹുവുമായിട്ടുള്ള ലിങ്കാണ് നമസ്കാരം. നമസ്കാരം മുറിഞ്ഞവൻ റബ്ബുമായിട്ടുള്ള ലിങ്ക് മുറിഞ്ഞുപോയി. അഖ്റബു മാ യകൂനുൽ അബ്ദു മാ റബ്ബിഹി വഹുവ സാജിദുൻ ലില്ലാഹ്. നിങ്ങൾ എല്ലാവരും പാട്ട് കേൾക്കാനിരിക്കുന്നവരാണെന്ന് എനിക്കറിയാം. പടച്ചോൻ നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ.
എനിക്കതിലൊന്നും ആക്ഷേപമില്ല. പക്ഷേ അല്ലാഹുവിനോട്, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച റബ്ബിനോട് സംസാരിക്കുവാനുള്ള ഒരു സന്ദർഭമാണ് നമസ്കാരം. ആ നമസ്കാരത്തെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, ആ നമസ്കാരത്തെ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ, പള്ളി, എനിക്ക് പറയുവാനുള്ളത് എൻ്റെ സഹോദരിമാരെ, ഭർത്താക്കന്മാർ, നിങ്ങളുടെ ഭർത്താക്കന്മാർ, നിങ്ങളുടെ മക്കൾ, ഇന്ന് ഗൾഫ് മുഴുവനും പ്രശ്നത്തിന്റെ കാലമാണ്. അല്ലാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവിടെ ഒരു വീട്ടിൽ മകൻ ജോലിക്ക് പോകുമ്പോ അവൻ നിസ്കരിച്ചു കഴിഞ്ഞാൽ ദിക്റ് ചെല്ലാൻ പോലും സമയമുണ്ടാവില്ല. അതിന്റെ ബർക്കത്ത് അനുഭവിക്കുന്ന ഭാര്യ, അതിന്റെ ബർക്കത്ത് അനുഭവിക്കുന്ന മക്കൾ സുജൂദ് ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുമ്പോ, അതാണ് ഞാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാചകം നിങ്ങൾക്ക് ഉദ്ധരിച്ചത്. ഇന്നല്ലാഹ തആല യഹ്ഫദു ബിൽ മുഅ്മിനി അഹ്ലഹു വഔലാദഹു വദ്ദുവൈറാത അല്ലതി ഹൗലഹാ. ഒരു മൂമിനായ പെണ്ണ്, ഒരു മൂമിനായ ആണ്, അവളുടെ ദുആ കാരണമായിട്ട് ആ കുടുംബം മാത്രമല്ല, അദ്ദുവൈറ, റൗണ്ട് അബൌട്ട്, ആ പരിസരത്തിനെ തന്നെ അല്ലാഹു തആല കാത്തു സൂക്ഷിക്കും. ബിസ്മില്ലാന്റെ ഫളായിലിൽ ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞില്ലേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു രാജ്യത്ത് അല്ലാഹു തആല അദാബിനെ ഇറക്കുവാൻ കരുതുമ്പോൾ, ഇതാ ഒരു പരിസരത്തിരുന്നുകൊണ്ട് ഒരു കുട്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞപ്പോൾ മലക്കുകളോട് പറഞ്ഞു, അവിടെ അദാബിനെ ഇറക്കല്ല. ഒരു മൂലക്കിരുന്നു കൊണ്ട് ഒരു കുട്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതുന്നുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഈ പള്ളി അല്ലാഹു തആല റഹ്മത്തിന്റെ പള്ളിയാക്കി തരുമാറാകട്ടെ. ബക്കറ്റ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് സഹോദരങ്ങളെ. കയ്യിലുള്ള, ഞാനൊരു ചെറിയ ദുആ ചെയ്ത് അവസാനിപ്പിക്കും. അതിനു മുമ്പായിട്ട് ബക്കറ്റുമായിട്ട് വരുന്നവർക്ക് നിങ്ങൾ എന്തെങ്കിലും കൊടുത്തുകൊണ്ട് സഹായിക്കുക. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഉള്ളവര് ദുആക്ക് ചെറിയ ദുആ കൊണ്ട് അവസാനിപ്പിക്കാൻ പോവാണ്. ഏതായാലും ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സഹോദരികളെ, സുജൂദ് എന്ന് പറയുന്നത് അല്ലാഹുവുമായിട്ടുള്ള മുനാജാത്താണ്. അല്ലാഹുവുമായിട്ട് മുത്ലഖായിട്ട് ചുരുക്കിയുള്ള സംഭാഷണങ്ങളിൽ ഒന്നാണ് ഫാത്തിഹ. അതുകൊണ്ടാണ് ഇയ്യാക നഅ്ബുദു എന്ന് സെക്കൻഡ് പേഴ്സൺ, യു ആർ ടോക്കിംഗ് ടു ഹിം. നിങ്ങളും അല്ലാഹുവിന്റെ ഇടയ്ക്ക് ഒന്നുമില്ല. ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറിൽ പറഞ്ഞു, അല്ലാഹുവിനോട് നീ ചോദിക്കുമ്പോ നിനക്കും റബ്ബിനും ഇടയിൽ ഒന്നും ഉണ്ടാവരുത്. നീ മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കും. മരുന്ന് കുടിച്ചുകൊണ്ട് ദുആ ചെയ്യുമ്പോ ഞാൻ മരുന്ന് കുടിക്കുന്നുണ്ട്, അതുകൊണ്ട് ഭേദമാവും. അല്ലാഹുവിന്റെ സഹായം കൂടി ചോദിച്ചാൽ സഹായം കിട്ടില്ല. ദുആ ചെയ്യുമ്പോ നിങ്ങളുടെ ഖൽബിനും റബ്ബിനും ഇടയ്ക്ക് ഒന്നും ഉദ്ഊനി അസ്തജിബ് ലക്കും എന്നുള്ള ബാബില് ഫഖ്റുദ്ദീൻ ഉസ്താദന്മാരുണ്ട്, അല്ലാഹ് അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ഫഖ്റുർ റാസിയുടെ തഫ്സീറിൽ നോക്കൂ, ഉദ്ഊനി അസ്തജിബ് ലക്കും എന്ന് പറയുന്നു. അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ ലാ യസ്തജീബുല്ലാഹ ദുആ മിൻ ഖൽബിൻ ഗാഫിലില്ലാഹ്, ഇങ്ങനെ ചോദിക്കുമ്പോൾ കൽബ് അവിടെ ഇവിടെയൊക്കെ ഓടി നടന്നാൽ ആ ദുആക്ക് അല്ലാഹ് ഉത്തരം ചെയ്യില്ല. നേരെ മറിച്ച് നിങ്ങളുടെ കൽബും റബ്ബുമായിട്ട് ചേരണം. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ കഴിവോ നിങ്ങളുടെ ശക്തിയോ നിങ്ങളുടെ സാമർഥ്യമോ ഒന്നും വരാൻ പാടില്ല. ദുആ ചെയ്തവന്റെ ഹാലത്ത് രണ്ടാണ്. ഒന്ന്, മരിച്ച മയ്യത്ത് പോലെ ആയിത്തീരുന്ന തവക്കുൽ. ഒരു തരം തവക്കുലുണ്ട്. എന്താണ്? അള്ളാഹുവിന്റെ മുഖമേ ഹി വിൽ ബിക്കം എ ഡെഡ് ബോഡി. മരിച്ച മയ്യത്ത് പോലെ, മരിച്ച മയ്യത്ത് പോലെ ആയിത്തീരും അവൻ അള്ളാഹുവിന്റെ ഡിസ്പോസലിലേക്ക്. അങ്ങനെ ഒരു തരം തവക്കുലുണ്ട്. ഔലിയാക്കളുടെ ദറജയാണ്, നമ്മക്കല്ല. അള്ളാഹുവിന്റെ മുമ്പേ ഒരു മരിച്ച മയ്യത്ത് പോലെ ആയിത്തീരും. നീ കൈകാര്യം ചെയ്യണേ. വല്ലാഹു യതവല്ല സാലിഹീൻ, മുഅ്മിനീങ്ങളെ കാര്യങ്ങളെ അല്ലാഹു തആല നോക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിസരത്ത് താമസിക്കുന്ന മുസ്ലിമീങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത് മുസ്ലിമിനെ പോലെ ഏത് ജാതി ഏത് മതത്തിന്റെ കൂടെയും ജീവിക്കാൻ
അല്ലാഹു തആല തയ്യാറാക്കിയിട്ടുള്ളത് മുസ്ലിം അല്ലാതെ മറ്റാരുമില്ല. മുസ്ലിമിനെ പോലെ ഏത് ജാതി ഏത് മതത്തിന് അമുസ്ലിമീങ്ങൾക്ക് മുസ്ലിം ശത്രുവാണോ? ഇന്നഹദും മിനൽ മുശ്രിക്കീൻ നസ്തജാറക ഫഅജ്റുഹു ഹത്താ യസ്മഅ കലാമല്ലാഹ് ثم أبلغه مأمنه. അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹ് പറഞ്ഞ വാചകം ഇന്നഹദും മിനൽ മുശ്രിക്കീൻ നസ്തജാറക. മുസ്ലിം അല്ലാത്ത ആളുകൾ ആരെങ്കിലും വന്നാൽ ആലോചിച്ചു കേൾക്കൂ, അവരൊന്ന് ഖുർആൻ കേൾക്കട്ടെ എന്ന് വന്നാൽ നിന്റെ വീട്ടിൽ അവർക്ക് നീ അഭയം കൊടുക്കണം. എന്നിട്ടോ അവൻ ഖുർആൻ കേട്ടതിന് ശേഷം നീ എന്ത് ചെയ്യണം അറിയാമോ? അബ്ലിഗുഹു മഅ്മന. വീട്ടിൽ നിന്ന് നീ ഇറക്കി വിട്ടുകളയരുത്. അവന്റെ ശത്രുക്കളുണ്ടാവും, നിന്റെ കൂട്ടത്തിലും ആളുകളുണ്ടാവും. അബ്ലിഗുഹു മഅ്മന. തഫ്സീറിൽ പറയുന്നു അവനെ കൊണ്ടുപോകണം, അവന്റെ വീട്ടിന്റെ പരിസരത്ത് സുരക്ഷിതമായിട്ട് നിൽക്കുവാനുള്ള സ്ഥലത്ത് അവനെ കൊണ്ടുപോകണമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. എങ്ങനെ? വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടുകളയരുത് അവനെ. ഇന്നഹദും മിനൽ മുശ്രിക്കീന ഇസ്തജാറക ഫഅജ്റുഹു ഹത്താ യസ്മ. ഇത് അല്ലാഹുവിന്റെ കലാമാണ്, അവർ കേൾക്കട്ടെ എന്ന് അല്ലാഹ് പറയുന്നത്. ഇത് എന്റെ വാക്കാണ്, അവർ കേൾക്കട്ടെ. ثم أبلغه مأمنه. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടുകളയല്ലേ. അവര് സ്വദേശം അവരുടെ പരിസരത്തേക്ക് സുരക്ഷിതമായിട്ട് താമസിക്കുവാനുള്ള സ്ഥലത്തേക്ക് നീ കൊണ്ടെത്തിക്കണം. ഒരു മുസ്ലിം രാഷ്ട്രമാണ് ഇവിടെ ഉള്ളതെങ്കിൽ ആ രാഷ്ട്രത്തിൽ ഒരു അമുസ്ലിം കൊല്ലപ്പെട്ടാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തെന്നറിയുമോ? ഒരു മുസ്ലിം രാഷ്ട്രമാണെന്നിരിക്കട്ടെ, അവിടെ ഒരു അമുസ്ലിം കൊല്ലപ്പെട്ടാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഹറമ അലൈഹിൽ ജന്ന. ആര് കൊന്നാലും ശരി അവനിക്ക് സ്വർഗം ഹറാമായി. 40 വർഷം ദൂരത്ത് നിന്നും സ്വർഗത്തിന്റെ മണം ലഭിക്കും. ഈ കൊന്നവനെ ലഭിക്കില്ല. ആർക്ക്? ദിമ്മി. അഹ്കാമു ദിമ്മി. ഇവിടെ ഒരു മുസ്ലിം രാഷ്ട്രമാണെങ്കിൽ അമുസ്ലിമിനെയൊക്കെ കൊല്ലുവോ? ഇവിടെ ഒരു മുസ്ലിം രാഷ്ട്രമുണ്ടെങ്കിൽ ആ മുസ്ലിമിന്റെ അവൻ വിവാഹം കഴിച്ചാൽ നിങ്ങളെ ഖാദി എഴുതി റെക്കോർഡ് ചെയ്ത് വെക്കൂ. ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ താമസിക്കുന്ന മുസ്ലിമിന് അവന്റെ വിവാഹത്തെ അവിടെ രജിസ്റ്റർ ചെയ്തു വെക്കും. അവനിൽ ആരെങ്കിലും മരിച്ചുപോയാൽ അവന്റെ സ്വത്തിനെ അവൻ ഏത് ജാതിയിൽപ്പെട്ടവനാണോ ആ ജാതിയുടെ നിയമമനുസരിച്ച് ഇസ്ലാം പറയുന്നു നീ അവന് പങ്കിട്ട് കൊടുക്കണോ. ഇസ്ലാമാക്കല. മുസ്ലിമാണെങ്കിൽ നിങ്ങളൊരു മുസ്ലിമാണെങ്കിൽ ഒരു മുസ്ലിം രാഷ്ട്രമാണുണ്ടെങ്കിൽ ഒരു മുസ്ലിമിനെ ഒരാൾ ഉപദ്രവിച്ചാൽ ഒരു അമുസ്ലിമിനെ ഒരാൾ ഉപദ്രവിച്ചാൽ ഒരു മുസ്ലിം രാഷ്ട്രമാണെങ്കിൽ അതിന്റെ ശിക്ഷ കൂടുതലാണ്. ബാബുൽ ഖലാന്റെ ബാബിൽ നോക്കുമ്പോ ഒരു മുസ്ലിം രാഷ്ട്രത്തിൽ ഒരു ദിമ്മി ഉപദ്രവിക്കപ്പെട്ടാൽ അവന്റെ ശിക്ഷ കൂടുതലാണ്. ഇസ്ലാമിന്റെ ചൈതന്യം. ഒരു മുസ്ലിമായ രാഷ്ട്രത്തിൽ ഒരു മുസ്ലിം ഭരണകൂടത്തിൽ ഒരു അമുസ്ലിം കച്ചവടം ചെയ്യുന്നുവെങ്കിൽ ആ കച്ചവടത്തിന് ആ രാഷ്ട്രം അവനിക്ക് സെക്യൂരിറ്റി കൊടുക്കണം. ഒരു മുസ്ലിമായ രാഷ്ട്രത്തിൽ ഒരു അമുസ്ലിമായവൻ ഒരു മെസ്സഞ്ചറായിട്ട് വന്നെങ്കിൽ അവൻ കിടക്കുന്ന സ്ഥലത്ത് നിന്നും സെക്യൂരിറ്റി കൊടുക്കണം. ഇത് ഏത് സിവിൽ ലോ അല്ല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അമുസ്ലിമീങ്ങൾ നമ്മളെ ശത്രുവാണോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 10 വർഷം നിങ്ങൾക്കറിയാമല്ലോ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ എഴുതിയപ്പോൾ തന്നെ എല്ലാം ബാത്തിലായി. 10 വർഷമല്ലേ താമസിച്ചത് ഈ മുസ്ലിം അല്ലാത്ത ആളുടെ കൂടെ. ഒരു വാക്കുകൊണ്ടെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും രീതിയിൽ പറഞ്ഞതായിട്ട് എന്റെ ഉസ്താദന്മാർ വായിച്ചിട്ടുണ്ടോ? അമുസ്ലിമീകൾ അവര് നമ്മളെ സഹോദരങ്ങളാണ്. ഖുർആന്റെ ഭാഷയിൽ യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബദ്ദ മിൻഹുമാ. അവിടെ മനുഷ്യനെന്നുള്ള
എല്ലാ, അതായത് ബനീ ബശർ കുല്ലുഹും മിൻ ഉസ്റത്തിൻ വാഹിദ, മനുഷ്യൻ ഒരു ഫാമിലിയിൽ നിന്നുള്ളവനാണ്. മുതസാവൂന ഫീ കറാമത്തിൽ ഇൻസാനിയ, മനുഷ്യ സ്വാതന്ത്ര്യങ്ങളിലും അവകാശങ്ങളിലും അവന് തുല്യരാണ്. ഇപ്പൊ ഇവിടെ എന്റെ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന് കാബിർ കൊടുത്തില്ലേ ഒരു ഒട്ടകം, ഒരു കോമരി കഴിഞ്ഞ ദൽദൽ. അമുസ്ലിം കൊടുത്തത് അല്ലാഹുവിന്റെ റസൂൽ സ്വീകരിച്ചു. അല്ലാഹുവിന്റെ റസൂൽ അയാൾക്കൊരു പട്ടു കൊടുത്തില്ലേ, ബുർജ്. അമുസ്ലിമീങ്ങൾ നമ്മളെ ശത്രുക്കളാണോ? നേരെ മറിച്ച് അവരോട് സ്നേഹവും ബഹുമാനവും കാണിക്കേണ്ടത് മുസ്ലിമാണ്. അല്ലാഹ് ഖുർആനിൽ ഒരു ഖുർആൻ മനുഷ്യനുള്ള, അതായത് തദയ്യുൻ ഹഖുൽ ഇൻസാൻ, മതം ഓരോ മനുഷ്യന്റെയും പേഴ്സണൽ അവകാശമാണെന്ന് ഖുർആൻ തന്നെ പറയുന്നു. അത്തദയ്യുൻ ഹഖുൽ ഇൻസാൻ, മതത്തെ തിരഞ്ഞെടുക്കൽ ഖുർആൻ തന്നെ പറയുന്നു ഒരു മനുഷ്യന്റെ മൗലിക. അതുകൊണ്ടാണ് ലാ ഇക്റാഹ ഫിദ്ദീൻ. ഇവിടെ എന്റെ ബഹുമാനപ്പെട്ട അമുസ്ലിമായ സഹോദരന്മാർ ഇതിനു വേണ്ടി സഹായിച്ചവർക്ക് അവർക്ക് പടച്ചവൻ അനുഗ്രഹങ്ങളെ ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ മുസ്ലിമിനെ പോലെ അമുസ്ലിമിന്റെ കൂടെ ജീവിക്കുവാൻ അല്ലാഹ് തയ്യാറാക്കിയ ഒന്നുമില്ല. അതായത് നമുക്ക് രണ്ടാണുള്ളത്. അസ്ലു ഫിൽ ഇബാദാത്തി ഹദറുൻ, ഇബാദത്ത് കോംപ്രമൈസിന്റെ ആവശ്യമില്ല. എന്തിനാ കോംപ്രമൈസ് എപ്പോഴാണ് കോംപ്രമൈസ്? ഇസ്ലാമിൽ കോംപ്രമൈസ് വേണ്ട. ഒന്നെങ്കിൽ അനാവശ്യമുള്ളപ്പോഴല്ലേ കോംപ്രമൈസ് ചെയ്യേണ്ടത്. ഇസ്ലാം തന്നെ പറയുന്നു അവർക്കുള്ള 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസ് വൽ ജുനൂനി വൽ ജുദാബി വമിൻ ജമീഇ സയ്യിൽ അസ്ഖാം, മനുഷ്യരെ വെറുക്കുന്ന രോഗങ്ങളെ തൊട്ട് നീ കാക്ക് റഹ്മാനെ. അല്ലാഹുവേ, മോശമായ പകലുകളെ തൊട്ടും മോശമായ രാത്രികളെ തൊട്ടും ആപത്തിറങ്ങുന്ന സമയങ്ങളെ തൊട്ടും നീ കാക്ക് റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനെ. ഖൈറിലാക്കല്ല, റഹ്മത്തിലാക്കല്ല, ആഫിയത്തിലാക്കല്ല, ഹിദായത്തിലാക്കല്ല. സക്കറിയാ നബി അലൈഹിസ്സലാമിന് ഉത്തരം ചെയ്ത റബ്ബ്, മക്കളില്ലാത്തവർക്ക് മക്കളെ നീ പ്രദാനം ചെയ്യ് റഹ്മാനെ. യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ കടലിന്റെ താഴ്ഭാഗത്ത് നിന്നും ശബ്ദം കേട്ട റബ്ബ്, ഞങ്ങളുടെ ഈ ശബ്ദം നീ കേൾക്കുന്നുണ്ട് റഹ്മാനെ. അല്ലാഹുവേ, ഈ ശരീരം നിനക്കല്ലാതെ സുജൂദ് ചെയ്തിട്ടില്ല റഹ്മാനെ. നിന്റെ മുമ്പിലല്ലാതെ കൈകളെ നീട്ടിയിട്ടില്ല റഹ്മാനെ. നിന്റെ അടുത്തല്ലാതെ ഒരു കഴിവുമില്ല എന്ന് പറഞ്ഞിട്ടില്ല റഹ്മാനെ. അല്ലാഹുവേ, ഈ രാത്രിയിൽ ഈ ശബ്ദം നീ കേൾക്കുന്നുണ്ട് റഹ്മാനെ. നീ കേൾക്കുന്നുണ്ട് റഹ്മാനെ. ഞങ്ങളുടെ അവസ്ഥ കാണുന്നുണ്ട് റഹ്മാനെ. ഒന്നും നിനക്ക് മറഞ്ഞതായിട്ടില്ല റഹ്മാനെ. ഈ മജ്ലിസ് പിരിഞ്ഞു പോകുമ്പോൾ റഹ്മത്ത് ലഭിച്ചവരായിട്ട്, മഗ്ഫിറത്ത് ലഭിച്ചവരായിട്ട്, ബറക്കത്ത് ലഭിച്ചവരായിട്ട്, ആഫിയത്ത് ലഭിച്ചവരായിട്ട്, രോഗങ്ങൾ ശിഫയായവരായിട്ട്, ദുആക്ക് ഇജാബത്ത് കിട്ടിയവരായിട്ട് നീ പെടുത്തു റഹ്മാനെ. അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചതുപോലെ ചോദിക്കുന്നു റഹ്മാനെ. اللهم بسط علينا من بركاتك اللهم بسط علينا من رحمتك وبركتك ورزقك وفضلك. അല്ലാഹുവേ, നിന്റെ റഹ്മത്തിനെയും നിന്റെ ബർക്കത്തിനെയും നിന്റെ റിസ്ഖിനെയും നിന്റെ ഫളിനെയും ഈ രാജ്യത്തിന് വിശാലമാക്കി കൊടുക്ക് റബ്ബേ. അതനുഭവിച്ചുകൊണ്ട് നിനക്ക് പൊരുത്തമുള്ള അമലുകൾ ചെയ്യുവാനുള്ള തൗഫീഖ് നീ എളുപ്പമാക്ക് റബ്ബേ. اللهم إنا نسألك خير المسألة وخير الدعاء وخير النجاح وخير العمل وخير الثواب وخير الحياة وخير الممات. وثبتنا وثقل موازيننا وحقق إيماننا وارفع درجاتنا وتقبل صلاتنا واغفر خطايانا ونسألك الدرجات العلى من الجنة آمين. اللهم إنا نسألك فواتح الخير وخواتمه وجوامعه وأوله وآخره وظاهره وباطنه والدرجات العلى من الجنة آمين. اللهم إنا نسألك أن ترفع أذكارنا
وتضع أوزارنا وتصلح أمورنا تطهر قلوبنا تغفر خطايانا ونسألك الدرجات العلى من الجنة آمين. اللهم إنا نسألك أن تبارك لنا في أسماعنا وأبصارنا وخلقنا وأخلاقنا وأرواحنا وحياتنا وأهلينا ومماتنا وتقبل منا ونسألك الدرجات العلى من الجنة آمين. اللهم اغفر لنا وارحمنا ولوالدينا رب ارحمهم كما ربونا صغارا.